നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചുവെന്ന വാർത്ത തള്ളി ഷാഫി പറമ്പിൽ MP രംഗത്തെത്തി. പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ എന്നാണ് പ്രതികരണം. കേൾക്കാം. ഞാനിപ്പോ പാർലമെന്റിലെ മെമ്പർ ആണല്ലോ. ഇപ്പൊ പാർലമെന്റ് മെമ്പറായി പ്രവർത്തിക്കാൻ തുടരാൻ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതെല്ലാം തന്നെ പാർട്ടി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. വിനീത VG വിവരങ്ങളുമായി. വിനീത, എങ്ങനെയാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പുരോഗമിക്കുന്നത്? ഇതിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപം നൽകേണ്ടതുണ്ട്, അനുമതി നൽകേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ അടുത്ത നടപടികൾ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AICC ആസ്ഥാനത്താണ്. ഇവിടെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം അല്പസമയം മുൻപ് ആരംഭിച്ചിരിക്കുന്നത്. നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മധുസൂദനൻ മിസ്ത്രി, ദീപാദാസ് മുൻഷി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുകയാണ്. നേരത്തെ തന്നെ ഈ MPമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് നേരത്തെ തന്നെ നേതൃത്വം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് MPമാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് K. സുധാകരൻ മത്സരിച്ചേക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ രംഗത്തെത്തുകയും പിന്നാലെ 5 MPമാർ മത്സര സന്നദ്ധത അറിയിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് താൻ മത്സരിക്കാനില്ല എന്നും തന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും KC വേണുഗോപാൽ തന്നെ പറയുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ താൻ മത്സരിക്കുമെന്ന് പറയുന്നതൊക്കെ തന്നെ അത് ഊഹാപോഹങ്ങളാണെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഊഹാപോഹം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലാണ് അത്തരത്തേക്ക് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് താൻ ഇപ്പോൾ ലോക്സഭയിലാണുള്ളത്, താൻ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് എത്തിയിരിക്കുന്നത്. തനിക്ക് ഈ മണ്ഡലത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആദ്യം അത് താൻ വളരെ കൃത്യമായി നിർവഹിക്കട്ടെ, തൽക്കാലം നിയമസഭയിലേക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MPമാർ നേരത്തെ തന്നെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഏതാണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിലവിൽ MPമാർ മത്സരിക്കേണ്ടത് ഇല്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. KPCC നേതൃത്വവും അതേ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതാണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേർന്ന യോഗം വളരെ കൃത്യമായി തന്നെ അക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്ന് നിൽക്കുന്ന AICC ആസ്ഥാനത്ത് ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, ഒപ്പം തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. കേരളത്തിലെ നേതാക്കൾ ചർച്ച ചെയ്ത പട്ടിക യോഗം അംഗീകരിക്കും. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം നടക്കുന്നത്. അതിൽ ഈ സിറ്റിംഗ് MLAമാരുണ്ടാകും. ഒപ്പം തന്നെ ഈ വടക്ക് മേഖലകളിലുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെയൊക്കെ പേരുകൾ ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ചർച്ചകൾ ഡൽഹിയിൽ നേതാക്കൾ എത്തിയതിന് പിന്നാലെ തന്നെ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. പ്രത്യേകം കൂടിക്കാഴ്ചകൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അനുജ, സ്ഥാനാർത്ഥി ചർച്ചകൾക്കായാണ് കോൺഗ്രസിന്റെ വളരെ നിർണായകമായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് 7 മണിയോടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. ഏതായാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക എന്നുള്ളതാണ്. അത് ഉടൻ തന്നെ പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. MPമാർ മത്സരിക്കുമോ എന്നൊക്കെയുള്ളതിൽ ഇപ്പോൾ അഭിപ്രായ സമന്വയമായിട്ടില്ല. അതിനിടെ K. സുധാകരൻ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം മത്സരരംഗത്തുണ്ടാകുമെന്നത്. ഷാഫി പറമ്പിലാകട്ടെ താൻ മത്സരിക്കുമെന്നത് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.